ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ നയിക്കും, നീ നയിക്കും. അതാണ് ഗൈസ്, ഞാൻ നയിക്കും. ഗസ് ദ ഫീമെയിൽ പ്രോഡക്റ്റ്. അതിന്റെ വോയിസ് എന്നാ പറ്റി? സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് ഒന്നും ഇല്ലല്ലോ. അതെന്താ സൗണ്ട് ഇല്ലാതെ? മഴ ആയതുകൊണ്ടായിരിക്കും. ഇത്രയും നേരം പൊന്നാക്ക് ഭയങ്കര സൗണ്ട്, ലൗഡായിട്ട്. അതെ, പെട്ടെന്നേ കാര്യം എന്താ പൊന്നാക്ക് ഉറക്കം അങ്ങ് അറ്റം പറ്റി. കാര്യം എന്താന്ന് ഒന്നും കൂടെ പറയണം. സമയം എന്തോയി? ഇത് 2 മണി അല്ലെങ്കിൽ 2:30 ആയി കാണുമല്ലോ. സ്വാഭാവികം. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള നമ്മുടെ ആ ഡെഡിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫീമെയിൽ പ്രോഡക്ട്സ്. അപ്പൊ ഞാൻ ഫോണിൽ ഓരോ പ്രൊഡക്ട്സ് കാണിക്കും, പിന്നെ അത് ഗസ് ചെയ്യും, പറയും. എത്രത്തോളം അറിയാവുന്ന നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം കാണുന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പേര് ഇപ്പോഴും പൊന്നായിക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പോഴത്തെ ജനറേഷൻ, അത് ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കായാലും മീൻസ് എല്ലാം അറിയാം. എന്താടാ എല്ലാ കാര്യങ്ങളെ പറ്റിയും ചെറുതായ ഒരു രീതിയിലൊരു അവയർനെസ് ഉണ്ട്. അപ്പൊ അത് കാരണം അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. പക്ഷെ എനിക്കറിയത്തില്ല. നന്നായി മുൻകൂർ ജാമ്യം. ഇല്ലെങ്കിൽ ഇല്ല. എന്താടി സൗണ്ടില്ല, അടിച്ചു പോയി. അയ്യോ, എനിക്ക് കുറച്ച് വെള്ളം തന്നെ. ഞാനൊരു 10-11 പ്രൊഡക്ട്സ് പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ പേരും അതെന്തിനാ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി അങ്ങ് തീർന്നല്ലോ. ഞാൻ അപ്പൊ ഇതിന് ഞാൻ പോട്ടെ അല്ല, നീ എല്ലാം ചെയ്യെങ്കിൽ പിന്നെ എന്നെ അല്ല ഞാൻ തന്നെ അപമാനിക്കുക. ഞാൻ തന്നെ കാണിച്ച് ഞാൻ തന്നെ പറയാം. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും സ്കോർ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഓരോ സാധനം ഇട്ടുണ്ടേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ എല്ലാ വീഡിയോക്കും 3-4 വട്ടം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുറെ സ്റ്റാർട്ടിങ് വേണമല്ലോ. ഓക്കെ, അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിച്ചാലും അങ്ങനെ ഇപ്പൊ വേണ്ട, ഇത് എനിക്ക് വേണ്ടിയുള്ള അങ്ങനെ ചോദിച്ച ഇവിടെ പണി വാളും. ഞാനപ്പോ ഫസ്റ്റ് ഐറ്റം കാണിക്കാൻ പോവാ. എന്തിനാ സങ്കടം? പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ തോക്കും, അത്രേ ഉള്ളൂ. നമ്മളൊരു ചലഞ്ച് ഇല്ലല്ലോ തോക്കാൻ. ചലഞ്ച് ആണെങ്കിൽ ജയിക്കുകയും തോൽവി, ഒരു ജയവും തോൽവിക്കുള്ളൂ. ഇത് ചലഞ്ച് അല്ല. അതുകൊണ്ട് ഇതൊരു ബുദ്ധി പരീക്ഷണമാണല്ലോ അല്ലേ? ബുദ്ധി ഉണ്ടോ ഇല്ലയോ, അറിവുണ്ടോ വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതായത് രമണ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറിയാത്ത നീ വീണ്ടും നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ? എന്നെ മൂടിയോ കുഴപ്പം. ഞാൻ നല്ലതായിട്ട് ചീകി വൃത്തിയാക്കി വന്നതായിരുന്നു. ഒന്നാമതെ ഉറക്കായിരുന്നു, അതിനകത്ത് ഒതുക്കി വെച്ചിരുന്നതാ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോതെ മുട്ടയോ കാണിച്ചിട്ടുണ്ട്. അല്ല, ആദ്യം കാണിച്ചപ്പോ എന്റെ പേര് ഉൾപ്പെടെ കാണിച്ച ബുദ്ധി ഇല്ലാത്തതും പൊട്ടലും ആയതുകൊണ്ട് അതിന്റെ പേര് കാണിച്ചാൽ സാധനം മനസ്സിലാകത്തുള്ളൂ. ഇത്ര സുന്ദരം എനിക്ക് മനസ്സിലാവില്ല. പകൽ കട്ട ഓക്കെ, ഇങ്ങനെ കാണാം. ഓക്കെ, എന്താ ഞാൻ പേര് കണ്ടില്ല. പേര് ക്യാച്ച് ചെയ്യാൻ വേണ്ടേ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവത്തിന്റെ പേരറിയില്ല. പക്ഷെ ഇത് മേക്കപ്പ്, അതായത് മേക്കപ്പ് ഇന്നത്തേക്ക് പറയോ? മേക്കപ്പ് മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം, സ്പോഞ്ച് പോലത്തെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ബ്യൂട്ടി ബ്ലെൻഡ് ചെയ്യുന്ന സാധനം. ബ്ലെൻഡർ വാങ്ങണം. നമുക്കൊരു സ്പ്ലെൻഡർ വാങ്ങിയാലോ? അപ്പൊ സെക്കൻഡ് ഐറ്റം കാണിക്കാൻ പോവാ. ബേസാണോ? കമത്തിയിട്ട് ബേസിനല്ല മറ്റേ. അയ്യോ, ഇതെനിക്കറിയാലോ. മറ്റേ ഇതിന് പീരീഡ് സമയത്ത് പാലിന് പകരം യൂസ് ചെയ്യുന്ന മറ്റേ കപ്പ്. എന്റെ പേരുണ്ട്. പോരട്ടെ ഇത് ചായ കുടിക്കുന്ന കപ്പ. അത് അതിന് പേര് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതല്ല. മെൻസ്ട്രൽ കപ്പ്. എന്ത് ചെയ്യാനെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ഇതാണെന്നുള്ളത് അറിയില്ല. സാധനം തീർന്നിട്ടില്ലേ? കാരണം അതിന്റെ എഴുത്ത് അതിലുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തിരിക്കാണല്ലോ. നീ എന്നെ കാണിക്കണ്ട, നീ ഇങ്ങനെ വെച്ചാ ഞാൻ അങ്ങോട്ട് വന്നു കാണാതായിരിക്കും നല്ലത്.
ഇത് ബ്രഷ് മീൻസ് ഫൗണ്ടേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ഞാനങ്ങ് മരിക്കാൻ പോവാ. ഞാനങ്ങ് മരിക്കാൻ പോവാ. എനിക്ക് വയ്യ. ഫൗണ്ടേഷൻ ബ്രഷ് എങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് അറിയാം? അല്ല ഞാൻ കാര്യം ചോദിച്ചിട്ടെ, ഇത് ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ല ഞാൻ യാതൊരു സാധനം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എങ്ങനെ അറിയാം? അതിന്റെ ഇടയിൽ എനിക്കിട്ടൊരു കൊത്ത് തന്നു നാച്ചുറൽ ബ്യൂട്ടി. നീ അതേ കയറി അവര് പിടിച്ചാട്ടെന്ന്. അത് ഫൗണ്ടേഷൻ ബ്രഷ് എനിക്കറിയില്ല. പക്ഷെ അത് ഫേസില് പക്ഷെ ഫൗണ്ടേഷൻ ബ്രഷ് ആണെന്നാ പറഞ്ഞപ്പോ അറിയാനോ? എന്റെ പൊട്ട ബുദ്ധിക്ക് ഓരോന്ന് തോന്നി ഞാൻ വിളിച്ചു പറയും. അത് കറക്റ്റ് ആയി പോയി. 3 എണ്ണം പറഞ്ഞു 3. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോവാണേ. നമ്മള് ഭയഭക്തി ബഹുമാനത്തോടെ വേണം ഇരിക്കാൻ. അതെന്താ? അതെന്തിനാ? പറ, ഞാൻ എന്തെങ്കിലും ചെയ്യോ? അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുവാണ്. എനിക്ക് തന്നെ വേറെ വല്ലതും ഇത്രയും മ്ലേച്ഛം. എനിക്കറിയാം സംഭവം അതല്ലേ. ഞാൻ ഇതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു ഇത് മസാജറാണ്. അല്ല, ആണ്. അല്ല, ഫേസ് മസാജർ. എനിക്കറിയാം. ഇത് പുലിയാ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, അതൊന്നും പറയാന്ന് ഞാൻ വിചാരിച്ചില്ല. പറയത്തില്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം തപ്പിപ്പിടിച്ച്. എനിക്ക് നോർമലി അറിയുന്ന കാര്യമല്ല, പക്ഷെ ഇത് കാണുമ്പോൾ ഇതെന്തായാലും പറയാം. അപ്പൊ അത് മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് നമുക്ക് പറയുന്നതാണ്. ഇതെന്തായാലും നിങ്ങൾ പറയത്തില്ല. അല്ല, ഇതെന്തായാലും നിങ്ങൾ പറയത്തില്ല. മാത്രല്ല ഇതിന് കുറെ ചളിയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഇതെന്തായാലും പറയത്തില്ല മാത്രമല്ല, ഇതിന് കുറച്ച് ചളിയുടെയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഓ, അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് വയ്യ. കണ്ടോളൂ. ഇത് ഞാൻ എന്തൊന്നും പറയണം? കാണിക്കുന്നേ. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എനിക്കൊന്ന് അധികമായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് താഴെ പിടിച്ചു ഓവർ ഫുഡ് ആയിട്ടുള്ള ആൾക്കാർ കാണാതിരിക്കലോ. എന്നതല്ല താടിയാണ്. സോറി, ഇത് ഈ ജോയിന്റ് അല്ല, എന്തൊരു സംഭവമാണല്ലോ. എന്തോ ജോലൈൻ അത് വല്ലോ ഇതാക്കി എടുക്കുന്നതാണോ? ഇങ്ങനൊക്കെ ആക്കി എടുക്കുന്നതാണോ? അത് ഇനി ചെവി നേരാക്കുന്ന സാധനമാണോ? എനിക്കറിയില്ല. മരിച്ചു പോകുമ്പോ തല കൂടെ കെട്ടുന്നില്ല. എനിക്ക് ഇപ്പൊ കിട്ടി. എന്തറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ബോഡിയിലൊക്കെ നമ്മള് തലയിൽ ഇങ്ങനെ കെട്ടുമല്ലോ തുണി, അതിന് പകരമായിട്ട് പുതിയതായിട്ട് ഇറക്കിയായിരുന്നു ഫൈബറിൽ. അല്ല, നിങ്ങൾ പറഞ്ഞതിനകത്തുണ്ട് ഇത്. അപ്പൊ താടി നേരെയാക്കാൻ. അതെ, താടി നേരെ ഫേസ് മാസ്ക് അത് ലിഫ്റ്റ് ചെയ്ത് ഷേപ്പ് ഒക്കെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോഴേ കണ്ടപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സാധനം തന്നെ. എനിക്കറിയത്തില്ലായിരുന്നു. അമ്പു ഒന്ന് അളന്നിട്ടുണ്ട്. ചെറിയൊരു ചിണുക്കം. എന്താണ് എന്തപ്പോ അത് നിങ്ങൾ വേറെ എന്തപ്പോ എന്നെ കൂട്ടാതെ ആരാ ഇവിടെ വീഡിയോ ചെയ്യുന്നേന്ന്? കേട്ടോ. കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഇപ്പൊ കഴിയും. അപ്പൊ നെക്സ്റ്റ് സാധനം ഇത് അറിയാം. കാരണം ഇത്രയും കാണിച്ചതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഏക സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഇതെനിക്കറിയാം. കാരണം ഞാൻ ഇവിടെ മേടിച്ചു ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അതെ, അങ്ങനല്ലേ എന്റെ പേര്? മറ്റേ ഫേസിന് ഹെയർ ഒക്കെ എടുത്ത് ചെത്തിക്കളയേണ്ട സാധനം. അപ്പൊ ഞാൻ ചില സമയത്ത് എനിക്ക് എന്റെ ഇരിക്കുന്ന ഇതൊന്നും ഓക്കെ അല്ല വരുമ്പോ ഞാൻ ഇതെടുക്കും. എന്നിട്ട് ഇങ്ങനെ അതെടുത്ത് ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്റെ മൂർച്ചയും പോവും, എല്ലാം പോവും. ഈ കഴിഞ്ഞിടയ്ക്ക് നല്ലതായിട്ട് യൂസ് ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതൊരു കോംബോ പോലാണല്ലോ വരുന്നത്. ഒരു 2-3 അടുപ്പിച്ച് അതിനകത്തുണ്ടാവും. ഞാൻ ഓരോന്നൊക്കെ അതല്ല ഞാൻ പറഞ്ഞേ, കഴിഞ്ഞിടയ്ക്ക് ഇത് വലിയായിട്ട് യൂസേജ് ആയിരുന്നു. അറിഞ്ഞായിരുന്നു? ഓർമ്മയുണ്ടോ? അല്ല, കൈ കയറിയത് ഓർമ്മയില്ല. സിമ്പിൾ. അത് പറ്റില്ല. അയ്യോ,
ഇതെന്തായാലും പറയത്തില്ല എന്ന് തോന്നുന്നു. ഇത് പറയാതിരിക്കാനായിട്ടുള്ളത് ഇങ്ങനെ സാധനം ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ദീപാവലിക്ക് കത്തിക്കുന്ന ബണ്ണാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫേസിൽ അല്ല അല്ല അല്ലെങ്കിൽ ഇത് കറക്റ്റ് പറയണം. പക്ഷെ ഇത് വീട്ടിലൊക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്ത് കയറി ഇരിക്കുന്നതാണോ? അതെ 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 അതെ. ഇതെന്തൊരു സാധനം? ഇത് ഫ്രൂട്ട്സ് ഇട്ടേക്കുന്ന കൊട്ട ആണോ? അല്ല അത് സ്ത്രീകളുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ അതല്ലല്ലോ. അതല്ല അതല്ല ഞാൻ പറയുന്നേ. അല്ല അടുക്കള ഫ്രൂട്ട്സ് ഇട്ടേക്കുന്ന സ്ത്രീകളാണല്ലോ. അങ്ങനെയൊക്കെ ഇത് കയ്യൊക്കെ കെട്ടിയിട്ടാണ് വള പോലത്തെ. ഇത് എന്തൊരു സാധനം? ഇത് പറഞ്ഞു ഏകദേശം പറഞ്ഞു. ഹെയർ ക്ലിപ്പ്. ബേർഡ് നെസ്റ്റ് ഹെയർ ക്ലിപ്പ്. ബേർഡ് നെസ്റ്റ് ഹെയർ ക്ലിപ്പ്. ഇങ്ങനത്തെ വേണ്ട. ഇത് കൊള്ളത്തില്ല. ഇങ്ങനെ ഇടുന്ന കണ്ടോ? നല്ല രസമുണ്ട് കാണാനത്. സ്പ്രിങ് ടൈപ്പ് പോലെ അല്ലേ? ഞാൻ എന്താന്ന് പറഞ്ഞു കഴുത്തിടുന്ന തലയിടുന്ന പാട്ട്. അപ്പൊ അത് പോയേ. ഞാൻ ഈ സാധനം എനിക്കറിയത്തില്ല. ഞങ്ങള് അറിയത്തില്ല പറയണല്ലോ. നെക്സ്റ്റ് ഐറ്റം. ഇതെന്തോ ഡ്രിമ്മറാണ്. ഡ്രിമ്മർ അല്ലയോ? ഡ്രിമ്മറാണ്. ചാർജ് ചെയ്യുന്ന എന്തോ ഒരു ഡ്രിമ്മർ അല്ലയോ? ബ്രഷ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രിമ്മർ അല്ലെന്ന് തോന്നുന്നു. ബ്രഷോ എവിടെ? ബ്രഷ് ഇല്ലടാ. ചെറിയ ബ്രഷ്. എനിക്ക് തോന്നേ ഇത് നെയിലൊക്കെ ഷേപ്പ് ചെയ്യാൻ സാധനം തോന്നുന്നു. പക്ഷെ ഇങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇതെന്തോ സാധനം? അതിന്റെ ക്യാപ്പ് ആയിരിക്കും. ബ്രഷ് ചാർജർ. ഓക്കെ ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഇത് നെയിലൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നത് സ്നാപ്പി. ആണോ? ഡെഡ് സ്കിൻ റിമൂവർ. ഇതെങ്ങനെ സ്കിന്നോ? ഇതെങ്ങനെ അതിന്റെ അടുത്ത് വരെ വന്നിട്ട് കറക്റ്റ് പറയാൻ പറ്റാതായി? അത് തന്നെ കയ്യിലും കാലിലും ഒക്കെ സ്കിന്ന് ഡെഡ് സ്കിൻ ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ. അതുപോലെ നമ്മുടെ കാലിന്റെ ബാഗിലേക്ക് ഉപ്പൂച്ചിയിലേക്ക്. കൊച്ചിനത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അമ്പു കമഴ്ന്ന് വീണപ്പോ തൊട്ട് വീണ്ടും വീണ്ടും കമഴാൻ നോക്കുക. പക്ഷെ പുള്ളിക്കാരിക്ക് ഇത് പറ്റുന്നില്ല. അതിന്റെ സങ്കടത്തിലാ. വേണ്ട കമന്നിങ്ങി വന്നത്. കണ്ടോ എന്താ പല്ല് തേക്കുന്നായിരിക്കും അല്ലേ? നാളെ രാവിലെ ഇത് കൊണ്ട് വയ്ക്കാം. എനിക്ക് ഹെയർ സ്ട്രൈറ്റ്നർ ബ്രഷ്. ഞാൻ ഫോണിലെടുത്തിട്ടത് നോക്കിയായിരുന്നോ? എങ്ങനെ അങ്ങ് പറ ഏതാന്ന് ഞാൻ കാണിക്കാതെ. അല്ല ഇവിടെ കണ്ടുവെച്ചിട്ടല്ലേ ഇത്രയും പറഞ്ഞത്. ഇത്ര ക്ലിയർ ആയിട്ട് പറയാൻ അതെ. ആ ഫേഷ്യൽ റേസർ ഓക്കെ, അത് മാത്രം ഞാൻ സമ്മതിച്ചു. വേറൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നെക്സ്റ്റ് ഐറ്റം. എനിക്ക് തോന്നുന്നു ഞാനൊരു സാധനം കണ്ടിട്ട് പേര് പറഞ്ഞ എനിക്ക് എന്നാ തോന്നാനാ. പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാന്ന് എനിക്കറിയാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് കണ്ടോട്ടെ. മനസ്സിലാക്കാൻ പറ്റണ്ടേ? ഇതെനിക്കറിയാം. അറിയാമോ ചോദിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടോ ഒന്ന് പറ. ഇങ്ങനെ നിപ്പൊക്കെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിട്ട് ഗേൾസ് ഒരു സാധനം യൂസ് ചെയ്യല്ലോ, മറ്റേ നിപ്പിൾ പാഡ്. അതെ എല്ലാം പറഞ്ഞു. ഇന്ന് തൂക്കി, ഇന്ന് അണ്ണൻ തൂക്കി.
എനിക്ക് ഞാൻ എന്റെ മനസ്സിൽ വന്ന ഒരു സാധനം ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം എന്റെ മനസ്സിൽ ഈ നെക്കിൽ ടച്ച് ചെയ്യും. അതാണ് വിചാരിച്ചത്. അത് പറയണ്ട, അതായിരിക്കും ഇതായിരിക്കും സംഗീത. കാരണം ഡ്രസ് ഇടുന്ന സമയത്ത് ഇങ്ങനെ പുറത്തോട്ടൊരു ഒബ്ജക്റ്റീവ് കാണാതിരിക്കും. ഇങ്ങനെ ഗേൾസ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്ത് കോപ്പി ഇടിയാന്ന്. അതെ, ഞാൻ 11 ഐറ്റം എടുത്തേ, അതില് 10 ഐറ്റവും നിങ്ങളിപ്പോ പറഞ്ഞു. അമ്പൂ നിന്റെ പപ്പ ജീനിയസ് അമ്പൂ. അപ്പൊ ലാസ്റ്റ് ഐറ്റം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അങ്ങ് എടുക്കുക. ബട്ടർഫ്ലൈ കുഞ്ഞിനെ പിടിക്കാൻ വന്നയാ. ഞാൻ പറയാം. പിന്നെ ഇപ്പൊ മെറ്റീരിയൽ ആവശ്യമൊന്നുമില്ല, പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ചെറവലൊക്കെ ഉണ്ടായിരുന്നു. ചെറവൽ പക്ഷെ എനിക്ക് കെട്ടേക്കാൻ എനിക്ക് തോന്നുന്നു അതൊരു ഒന്ന് പറയോ? അതെ, സ്ട്രാപ്ലെസ് ബ്രാ. എനിക്ക് മനസ്സിലാവും. എടാ സത്യം സീരിയസ് ഞാൻ പോട്ടെ, സങ്കടപ്പെടണ്ട, നിങ്ങൾ വിജയിച്ചിരിക്കും. ഓ എനിക്ക് കേട്ടെ എല്ലാം പറഞ്ഞു. 11 പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ പറയുമെന്ന്. ഞാൻ 11 പറഞ്ഞു. ഒന്നും മിസ്സാക്കിയിട്ടില്ല ഞാൻ. പക്ഷെ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ. ഈ ജനറേഷനുള്ള പിള്ളേർക്ക് ആണായാലും പെണ്ണായാലും അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ബോധ്യമുണ്ട്. ഉണ്ടായിരിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. കൂടിപ്പോയി ഒരു 5 എണ്ണം പറയുമായിരിക്കും വിചാരിച്ചു. പക്ഷെ ഇന്ന് തൂക്കി. ഇല്ലില്ല, കണ്ടെന്നില്ല. കാരണം ഞാൻ ഫോൺ കൊടുത്തില്ല. ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടതിന് ശേഷം ഞാൻ ഫോണിന്റെ ലോക്കും മാറ്റി. അതിൽ ആ റേസർ മാത്രം ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങളുടെ ഫോണിൽ നിന്ന് നാളെ തൊട്ട് മീഷോ, ഫ്ലിപ്കാർട്ട് എല്ലാം ക്യാൻസൽ ചെയ്യുന്നു. വെറുതെ പറഞ്ഞ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ ഇനിയും വേറെ വെറൈറ്റി ചാലഞ്ചസ് ഒക്കെ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് വരുന്നതായിരിക്കും. ഞങ്ങള് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫുൾ വീഡിയോസ് എടുക്കണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. അമ്പ് ഞങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ 2-3 ദിവസത്തോളമായി ഞങ്ങള് ഫുൾ വീഡിയോ എടുത്തിട്ടല്ലേ. അതിനുശേഷം ഇന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അമ്പൂനെയൊക്കെ ഉറക്കി ഇത്രയും ലേറ്റ് നൈറ്റിൽ ഇരുന്നിട്ട് പോലും പിറ്റേ ദിവസം ആയെന്ന് തോന്നുന്നു വീഡിയോ എടുത്ത്. തീരാറാകുമ്പോഴത്തേക്കും കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങ് ടെൻഷൻ ആവും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലേ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമ്പോൾ ഇവര് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ്. അപ്പൊ അമ്മൂനെ കിടക്കാൻ സമയമായി. ഞാൻ കിടത്താം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.